VS എന്ന കേരള രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ അഗ്നിനക്ഷത്രം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ 8 പതിറ്റാണ്ടോളം മലയാളിയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വമുണ്ടോ എന്നത് സംശയമാണ്. എന്താണ് VSനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഇത്രയേറെ വ്യത്യസ്തനാക്കിയത്? നമുക്ക് VS എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി പരിശോധിക്കാം ഈ ചെറിയ വീഡിയോയിലൂടെ. പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ കാലുമാറാൻ നടക്കുന്നവൻ കാലുമാറിയതിനു ശേഷം ഒരു അഭ്യർത്ഥന, വോട്ട് ചെയ്യണമത്രേ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി. സ്വാഗതം മൈൽസ്റ്റോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കാതിരിക്കുക. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് VSന്റെ മുഴുവൻ പേരെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ VS എന്നും യാഥാസ്ഥിതിക പിന്തിരിപ്പന്മാരുടെ വേലിക്ക് പുറത്തായിരുന്നു. അവരുടെ പല വേലികളും വേലകളും പൊളിച്ചവനുമായിരുന്നു. പുന്നപ്ര മുതൽ മുത്തങ്ങ വരെ, പ്ലാച്ചിമട മുതൽ മൂന്നാറിലെ ഭൂമിയൊഴിപ്പിക്കലും മതികെട്ടാനും വരെ, പാമോലിൻ മുതൽ ഐസ്ക്രീമും ഇടമലയാറും വരെ, അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന എത്രയേറെ രാഷ്ട്രീയ സമരങ്ങളാണ് VSന്റെ ജീവിതം. മുഖ്യമന്ത്രിയായപ്പോൾ പോലും പ്രതിപക്ഷ നേതാവായ VSനെയാണ് നാം കണ്ടത്. യഥാർത്ഥ ജനാധിപത്യം പുലരുന്ന സമൂഹത്തിൽ നാം എന്നും പ്രതിപക്ഷത്തായിരിക്കണം എന്ന് മറ്റാരെക്കാളും VSന് ബോധ്യമുണ്ടായിരുന്നിരിക്കണം. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഇത്രത്തോളം ഇടതുപക്ഷ മൂല്യങ്ങൾ വെച്ച് പുലർത്തിയ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു എന്നത് സംശയമാണ്. VSന്റെ ഇടതുപക്ഷ മൂല്യങ്ങൾ ഇന്ന് നിലവിലുള്ള വികസിത പുരോഗമന ജനാധിപത്യ രാജ്യങ്ങളിലെ പുരോഗമന ആശയങ്ങളെപ്പോലും വെല്ലുന്നതായിരുന്നു. തൊഴിലാളികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രകൃതിക്കും വേണ്ടി ജീവിതത്തിലുടനീളം ഒരു സന്ധിയുമില്ലാതെ സഖാവ് നിലകൊണ്ടു. വർഗീയതയ്ക്കും അഴിമതിക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ എല്ലായ്പ്പോഴും VS തന്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ടേയിരുന്നു. സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ആഗോള ഇടതുപക്ഷ ആശയം കേരളത്തിൽ ആരും ചിന്തിക്കാതിരുന്ന കാലത്ത് വിഭാവനം ചെയ്യാൻ ശ്രമിച്ച ആളാണ് VS. എല്ലാവരെയും ഒരുപോലെ കാണുന്നതായിരുന്നില്ല VSന്റെ രാഷ്ട്രീയം. മറിച്ച് അധസ്ഥിതരെയും തൊഴിലാളികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കൂടുതൽ പരിഗണന നൽകി ചേർത്ത് പിടിച്ച് മുന്നോട്ടെത്തിക്കുക എന്നതായിരുന്നു. അത്രത്തോളം ഇടതുപക്ഷ ആശയങ്ങൾ എന്തെന്ന് അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു. നേതാവാകാൻ വേണ്ടി ഏതെങ്കിലും ആശയം മുറുകെ പിടിച്ച ആളായിരുന്നില്ല VS. അമ്മ ഇഞ്ചിഞ്ചായി ജീവൻ വെടിയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന 4.5 വയസ്സുള്ള കുഞ്ഞിനെ ആ അമ്മയെ രക്ഷിക്കാൻ ഒരു ദൈവവും വന്നില്ലല്ലോ എന്ന തിരിച്ചറിവുണ്ടായി എന്ന് VS തന്നെ പറഞ്ഞിട്ടുണ്ട്. താനും ചുറ്റുമുള്ള തൊഴിലാളികളും മാടമ്പി പ്രമാണിമാരുടെ തീവ്ര ചൂഷണത്തിന് വിധേയമാകുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റാക്കിയത്. ഇത്രയേറെ ഇടതുപക്ഷ മൂല്യങ്ങൾ ഞരമ്പിലൊഴുകുന്ന ചെറുപ്പക്കാരനെ കണ്ട് അതിശയമൂറിയ സാക്ഷാൽ P കൃഷ്ണപിള്ളയാണ് VSലെ കമ്മ്യൂണിസ്റ്റിനെ തിരിച്ചറിഞ്ഞതും കൈപിടിച്ചുയർത്തിയതും. ആ കൃഷ്ണപിള്ളയുടെ പേരിന് ഒരിക്കലും ഭംഗം വരുത്തിയിട്ടില്ല VS. ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് ഏത് പ്രതിബന്ധമുണ്ടായാലും അരയും തലയും മുറുക്കി VS ഇറങ്ങും. മൂല്യങ്ങളിൽ ഒരു ചോർച്ചയും വരാതെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ സഖാവിന്റെ രാഷ്ട്രീയ ഔന്നത്യം തീർത്തും സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞതാണ്. ആരെങ്കിലും കെട്ടിപ്പൊക്കിയതോ ആരോടെങ്കിലുമുള്ള വിധേയപ്പെടലിൽ നേടിയതോ അല്ല. VSന്റെ പോരാട്ടങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ VSനെ പുകഴ്ത്തുന്നവരിലും ഇകഴ്ത്തുന്നവരിലും ഒന്നും VS വീണു പോയിട്ടില്ല എന്ന് കാണാം. ഒന്നിലും വശംവകനാകാത്തത് കൊണ്ട് തന്നെ VSന് ഒന്നിനെയും തെല്ലും ഭയമുണ്ടായിരുന്നില്ല. ജനസമ്മതിയുടെ ഉയർച്ച താഴ്ചകളെയോ സ്ഥാനമാനങ്ങളെയോ ഒന്നിനെയും തന്നെ. ഇതേ VSനെ വികസന വിരോധിയെന്നും വിദ്യാഭ്യാസമില്ലാത്തവനെന്നും ബോറൻ പ്രസംഗികനെന്നും ഒക്കെ പലപ്പോഴായി പിന്തിരിപ്പൻ ശക്തികൾ മുദ്രകുത്തിയിട്ടുണ്ട്. 3 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് VS. അപ്പോഴെല്ലാം താൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഒന്നിനെയും VS കൈവിട്ടിട്ടില്ല. സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് വേണ്ടി ശക്തമായി അവയെ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്തു. CPIM എന്ന പാർട്ടിയിൽ ഇത്രയേറെ ആശയ സമരങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു നേതാവില്ല. പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ വാളിന്റെ മൂർച്ച എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ VS അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന ആശയം വളരെ ശക്തമായി ഉപയോഗപ്പെടുത്തി. ഇടതു പാർട്ടികൾ പൊതുവെ പറയുക പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല എന്നാണ്. എന്നാൽ ആശയവ്യക്തതയില്ലാത്ത നേതാക്കന്മാരുണ്ടായാൽ പാർട്ടി യാന്ത്രികമാവുമെന്നും പലയിടത്തും കണ്ടതുപോലെ അധികാര കേന്ദ്രീകരണത്തിനും അഴിമതിക്കും ഇടയാകുമെന്നും മറ്റാരെക്കാളും VSന് അറിയാമായിരുന്നു. ഭൂരിപക്ഷം പാർട്ടി കമ്മിറ്റി മെമ്പർമാരും തന്നോടൊപ്പമില്ല എന്ന തിരിച്ചറിവുള്ളപ്പോഴെല്ലാം VS തന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം പാർട്ടിക്കുള്ളിൽ തുടർന്നു. ഒരുപക്ഷെ CPIMന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയോളം ഡിപ്ലോമാറ്റിക്കായ ആ പ്രസ്ഥാനത്തെ തിരുത്തിയിട്ടുള്ള മറ്റൊരു നേതാവ് ഉണ്ടാകുകയില്ല. VSനുണ്ടായിരുന്ന ആശയവ്യക്തത അദ്ദേഹത്തിന്റെ ഭാഷയിലും പ്രയോഗങ്ങളിലും വളരെ പ്രകടമായിരുന്നു. വളരെ നീണ്ട വാക്യരൂപീകരണ ശൈലിയാണ് കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചത്. പല രാഷ്ട്രീയ അവഹേളനങ്ങൾ നേരിട്ടപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മറുപടി എതിരാളികളെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു. രാഹുൽ ഗാന്ധിക്കും TK ഹംസയ്ക്കും സാക്ഷാൽ പിണറായി വിജയനും എല്ലാം കിട്ടിയ വാക്പ്രഹരങ്ങൾ ആശയനിബിഡവും തിരിച്ചൊന്നു പറയാൻ പോലും കഴിയാത്ത വിധം ശക്തവുമായിരുന്നു. കാട്ടുകള്ളൻ വീരപ്പൻ മാണിക്ക് ദക്ഷിണ വെക്കുമെന്ന പരാമർശം കുറച്ചൊന്നുമല്ല KM മാണിയുടെ രാഷ്ട്രീയ അസ്വത്വത്തെ ചോദ്യം ചെയ്തത്. കേന്ദ്രമന്ത്രിസഭയിൽ എടുക്കാത്തതിന്റെ ദേഷ്യം മോദിയോട് തീർക്കാനാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നതെന്ന പരാമർശം രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ റദ്ദാക്കി. പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ എന്ന രാഷ്ട്രീയ പരിഹാസം RSSന്റെ നെഞ്ചിലാണ് ചെന്ന് തകർത്തത്. കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനുള്ള അവരുടെ പദ്ധതിയെ ഒരു 5 വർഷത്തേക്കെങ്കിലും പിന്നോട്ട് വലിക്കാൻ ഈ ഒറ്റ വാക്പ്രയോഗം കൊണ്ട് VSന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം.
കേരളത്തിലെ ഭരണാധികാരികൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ള പോരായ്മ പലപ്പോഴും ബ്യൂറോക്രാറ്റുകളുടെ അധികാരവൃന്ദങ്ങളിൽ പെട്ടുപോവുകയും മിക്കവാറും ഭരണമെല്ലാം തന്നെ ബ്യൂറോക്രാറ്റുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ VS ഇതിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. എന്താണ് നടപ്പാക്കേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശം അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരുന്നു. പോലീസിനെ കൃത്യമായി നിയന്ത്രിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ മായികവൃന്ദത്തിൽ പെടാതിരിക്കാൻ VS എല്ലാ കാലത്തും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതുപോലെ അഴിമതിയുടെ കറപുരളാത്ത വർഗീയത തീണ്ടാത്ത ഉദ്യോഗസ്ഥരെ സെൻസിറ്റീവായ കേസുകൾ ഏൽപ്പിക്കാൻ VS പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും VS ചെയ്തിട്ടേയില്ല. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മറുകണ്ഠം ചാടുന്ന വ്യക്തികളോടും ചില അധികാര തൽപരരായ ചെറുകക്ഷികളുടെ നേതാക്കന്മാരോടുമെല്ലാം VS എന്നും അകലം പാലിച്ചിരുന്നു. VS തന്നെ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞതുപോലെ സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്തു നേടിയിട്ടും പിന്നെന്താണ് കാര്യം? ഒരു ദശകമല്ല, ഒരു ശതകമാണ് വിട ചൊല്ലി മറയുന്നത്. ചുവന്ന പൂക്കളുടെ ഒരു വലിയ പൂങ്കാവനം തന്നെ നമുക്ക് നൽകി സ്ഥൈര്യതയോടെയാണ് അദ്ദേഹം യാത്ര പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു തന്ന നേതാവാണ് VS. അദ്ദേഹം വിശ്വസിച്ചത് ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളിലോ പുകഴ്ത്തലുകളിലോ അല്ല, മറിച്ച് പുരോഗമന ജനാധിപത്യ സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട ഇടതു മൂല്യങ്ങളിലാണ്. ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും സമരങ്ങളും നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരം ആ ഇടതു പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെയാണ്. അദ്ദേഹം കൊളുത്തിയ തീനാളം അനേകമറ്റം തലമുറകൾക്ക് വഴികാട്ടിയാവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. VSനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.